കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ പഠിച്ചിട്ട് പോയത്. പക്ഷെ അത് ജസ്റ്റ് ഒരു ഓൺലൈൻ കോച്ചിങ്ങിനായിരുന്നു, അതുകൊണ്ട് അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഓൺലൈനും കൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ പിന്നെ ഓഫ്ലൈൻ നോക്കിയത്. അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് ഇവിടെ അടുത്തൊരു കോച്ചിങ് ഉണ്ടെന്ന് ഞാൻ കണ്ടത്. അങ്ങനെയാണ് ഇവിടെ വന്നത്. ആദ്യം എനിക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊന്നും അറിയത്തില്ല. അപ്പൊ ആദ്യം ഒരു ബിഗിനർ എന്ന നിലയിൽ എല്ലാവരും അവിടുന്ന് ഇവിടുന്ന് എല്ലാം അങ്ങ് പഠിക്കും. പക്ഷെ അതാണ് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. പക്ഷെ അങ്ങനെ പഠിക്കുന്നല്ല. ഇപ്പൊ നെറ്റിന് അവർ ചോദിക്കുന്ന കുറച്ച് ഏരിയാസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അതിൽ തന്നെ അവർ ഫോക്കസ് കൊടുക്കുന്ന കുറെ റൈറ്റേഴ്സും വർക്ക്സും ഉണ്ട്. അപ്പൊ അത് കണ്ടെത്തുക, അത് പഠിക്കുക എന്നുള്ളതിലാണ് ഏറ്റവും വലിയ. അത് ഇവിടെ വന്നപ്പോഴാണ് എനിക്കത് കൂടുതൽ മനസ്സിലായത്. ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഫ്ലോയ്ക്കായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ എക്സാംസ് ഇടുമ്പോൾ അത് നല്ലപോലെ ഇരുന്ന് പഠിക്കും. ഇവിടുത്തെ നോട്ട്സ് മാത്രമാണ് മെയിൻലി റെഫർ ചെയ്തത്. പിന്നെ ക്വസ്റ്റ്യൻ ബാങ്കിൽ അതും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ പോയിന്റ്സ് നോട്ടിലോട്ട് എഴുതും. ആ ഒരു രീതിയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കൂടുതൽ ഞാൻ ഫോക്കസ് കൊടുത്തത് പേപ്പർ 2-നായിരുന്നു. കാരണം അത് സിലബസ് കുറച്ചും കൂടെ വാസ്റ്റ് ആയതുകൊണ്ട് അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്തു. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ അതിന്റെ അനുസരിച്ച് നമ്മൾ ഒരാളെ പുഷ് ചെയ്യുന്ന പോലെയാണ് അവിടെ വരുന്നത്. ഞാനൊരു ഷെഡ്യൂൾ, ഒരു പ്ലാൻ ഉണ്ടാക്കി. അതായത് ഇത്ര ടൈം മുതൽ രാവിലെ പേപ്പർ 1, രാവിലെ ഉച്ച കഴിഞ്ഞിട്ട് പേപ്പർ 2, അങ്ങനെ ഞാൻ ഓരോ ടോപ്പിക് വൈസ് ഞാൻ ഡിവൈഡ് ചെയ്യുമായിരുന്നു, ഇൻക്ലൂഡിങ് നമ്മുടെ PYQ കൂടെ നോക്കുന്ന രീതിയിൽ. ആ ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ടൈം നമുക്ക് പ്ലാൻ ഉണ്ടാക്കാൻ എനിക്ക് ടൈം കിട്ടിയത് കൊണ്ടാണ് ഈ വട്ടം എനിക്ക് കിട്ടിയത്. Hi everyone, welcome to our testimonial video series. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ചാന്ദിനി എസ് ആണ്. ചാന്ദിനി നമ്മുടെ ആപ്പിൾബി അക്കാഡമിയുടെ ക്ലാസ് റൂം സ്റ്റുഡന്റ് ആയിരുന്നു. ചാന്ദിനി നമ്മുടെ ആദ്യത്തെ ബാച്ചിൽ തന്നെ നെറ്റും JRF-ഉം ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ശരിക്കും ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് അറ്റംപ്റ്റിൽ JRF ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു കാര്യമാണ്. കാരണം ഓൾ ഇന്ത്യയിൽ ജനറൽ കാറ്റഗറിയിൽ 123 ആളുകൾക്കാണ് JRF കൊടുത്തിട്ടുള്ളത്. സോ അതിൽ ഒരാളാകുക എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. പക്ഷെ ആ അച്ചീവ്മെന്റിന്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു ഡെഡിക്കേഷൻ ഉണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട്, ഡിറ്റർമിനേഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അപ്പൊ നമ്മുടെ ഫ്യൂച്ചർ നെറ്റ് ആസ്പിറൻസിനും ഇപ്പം നെറ്റ് പ്രിപ്പയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും ആയിട്ട് നമുക്ക് ചാന്ദിനിയുടെ JRF ജേർണി നമുക്കൊന്ന് നോക്കാം. സോ അപ്പം ചാന്ദിനിനെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? അതായത് എങ്ങനെയാണ് ആപ്പിൾബിയിലോട്ട് വന്നത്, എവിടെയായിരുന്നു ഇതിനു മുൻപ്, അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഞാൻ PG പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2 തവണ അറ്റംപ്റ്റ് ചെയ്തായിരുന്നു. അത് ജസ്റ്റ് കാഷ്വലായിട്ട് ജസ്റ്റ് പോയി എഴുതുകയായിരുന്നു, അതുകൊണ്ട് കിട്ടിയില്ല. അത് കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ പഠിച്ചിട്ട് പോയത്. പക്ഷെ അത് ജസ്റ്റ് ഒരു ഓൺലൈൻ കോച്ചിങ്ങിനായിരുന്നു, അതുകൊണ്ട് അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഓൺലൈനും കൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ പിന്നെ ഓഫ്ലൈൻ നോക്കിയത്. അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് ഇവിടെ അടുത്ത്, എന്റെ വീടിന്റെ 1 മണിക്കൂറേ ഉള്ളൂ, അടുത്ത ഒരു കോച്ചിങ് ഉണ്ടെന്ന് ഞാൻ കണ്ടത്. അങ്ങനെയാണ് ഇവിടെ പഠിക്കാനും വന്നത്. അങ്ങനെ 1 മണിക്കൂർ ഉള്ളെന്ന് പറഞ്ഞാലും ചാന്ദിനി നമ്മുടെ ഹോസ്റ്റലിൽ ഡെഡിക്കേറ്റ് ചെയ്ത് തന്നെ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. പിന്നെ ചാന്ദിനിയുടെ ഒരു എഡ്യൂക്കേറ്റർ എന്ന നിലയിൽ ചാന്ദിനിയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും ചാന്ദിനി എന്റെ അടുത്ത് പ്ലാൻ ഒക്കെ ആയിട്ട് വരുമായിരുന്നു. അതായത് ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം, അങ്ങനത്തെ ഷെഡ്യൂൾ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചാന്ദിനി വരുമായിരുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ഗ്രാജുവൽ ലേണർ ആയിരുന്നു. അതായത് വന്നൊരു ടൈമിനേക്കാളും എനിക്ക് തോന്നിയത് പിന്നെ പതുക്കെ പഠിച്ചിട്ട്. ഓക്കെ, അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് പേപ്പർ 1-ഉം പേപ്പർ 2-ഉം ഉണ്ടായിരുന്നു. അപ്പം ആസ് എ JRF ഹോൾഡർ പേപ്പർ 1-ന്റെ സ്കോറിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ നമുക്ക് നെറ്റ് കിട്ടുന്നതിലും JRF കിട്ടുന്നതിലും എല്ലാം. അപ്പൊ ഈ പേപ്പർ 1-ഉം പേപ്പർ 2-ഉം എങ്ങനെയായിരുന്നു മാനേജ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്? ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഫ്ലോയ്ക്കായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ എക്സാംസ് ഇടുമ്പോൾ അത് നല്ലപോലെ ഇരുന്ന് പഠിക്കും. ഇവിടുത്തെ നോട്ട്സ് മാത്രമാണ് മെയിൻലി റെഫർ ചെയ്തത്. പിന്നെ ക്വസ്റ്റ്യൻ ബാങ്കിൽ അതും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ പോയിന്റ്സ് നോട്ടിലോട്ട് എഴുതും. ആ ഒരു രീതിയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കൂടുതൽ ഞാൻ ഫോക്കസ് കൊടുത്തത് പേപ്പർ 2-നായിരുന്നു. കാരണം അത് സിലബസ് കുറച്ചും കൂടെ വാസ്റ്റ് ആയതുകൊണ്ട് അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്തു. ഓക്കെ, അപ്പം ഇപ്പൊ ഈ പറഞ്ഞ പോലെ സിലബസ് 2 വാസ്റ്റ് ആണ്. ഞാനിവിടെ ഏതൊരു സ്റ്റുഡന്റ് വന്നാലും അവരോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കിപ്പോ നെറ്റിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ സിലബസിന്റെ വാസ്റ്റ്നെസ് ആണ്. എനിക്ക് തോന്നുന്നു ഇവൻ ചാന്ദിനി വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മിസ് ഇത് മൊത്തം പഠിക്കണോ, ഇത്രയും പഠിക്കണോ, ഇവരൊക്കെ ചോദിക്കും. അപ്പം ആ ഒരു വാസ്റ്റ്നെസ്, ആ ഒരു ചലഞ്ച് എങ്ങനെയായിരുന്നു ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്?
ഇവിടെ വന്നപ്പോ തൊട്ട് ആദ്യമേ എനിക്ക് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നൊന്നും അറിയത്തില്ല. അപ്പൊ ആദ്യം ഒരു ബിഗിനർ എന്ന നിലയിൽ എല്ലാവരും അവിടുന്ന് ഇവിടുന്ന് എല്ലാം അങ്ങ് പഠിക്കും. പക്ഷെ അതാണ് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. പക്ഷെ അങ്ങനെ പഠിക്കുന്നല്ല. ഇപ്പൊ നെറ്റിന് അവർ ചോദിക്കുന്ന കുറച്ച് ഏരിയാസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അതിൽ തന്നെ അവർ ഫോക്കസ് കൊടുക്കുന്ന കുറെ റൈറ്റേഴ്സും വർക്ക്സും ഉണ്ട്. അപ്പൊ അത് കണ്ടെത്തുക, അത് പഠിക്കുക എന്നുള്ളതിലാണ് ഏറ്റവും വലിയ. അത് ഇവിടെ വന്നപ്പോഴാണ് എനിക്കത് കൂടുതൽ മനസ്സിലായത്. മിസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് പറഞ്ഞു തരുമായിരുന്നു. ഈ വർക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കണം. അല്ല എല്ലാം ഒരു റൈറ്ററിന്റെ എല്ലാ വർക്ക്സും പഠിച്ച് കാണപ്പാടം പഠിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സാധാരണ പറ്റി ആൾക്കാരെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ അതിലാണ് നമ്മുടെ വിജയം ഇരിക്കുക എന്ന് പറയുന്നത്. അതൊക്കെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ആ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഒക്കെ മനസ്സിലായതും. അങ്ങനെ ഞാൻ കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് PYQ നല്ലപോലെ നമ്മൾ നോക്കണം. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പം നേരത്തെ ചാന്ദിനി പറഞ്ഞ പോലെ പ്രിപ്പയർ ചെയ്യാതെ 2 തവണ എഴുതിയിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് പ്രിപ്പറേഷനിൽ 1 തവണ എഴുതിയിട്ടുണ്ടായിരുന്നു, പിന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയപ്പോൾ നെറ്റ് വിത്ത് JRF കിട്ടി. സോ അപ്പം ആ ഒരു വിത്തൗട്ട് പ്രിപ്പറേഷൻ ആൻഡ് വിത്ത് പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഒന്ന് നമ്മുടെ സ്റ്റുഡൻസിനോട് പറയാമോ? വിത്തൗട്ട് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ നമുക്കൊന്നും അറിയത്തില്ലായിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫ് സ്റ്റഡി നടത്തുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഞാൻ അതിന് അഗെയിൻസ്റ്റ് ഒന്നുമില്ല. സെൽഫ് സ്റ്റഡി നടത്തിക്കുക പ്രശ്നമൊന്നുമില്ല. ഓരോ സ്റ്റുഡന്റിനും എനിക്ക് അങ്ങനെ പറ്റുന്നില്ലായിരുന്നു. കാരണം എനിക്ക് ഒന്നാമത് PGയിൽ പഠിക്കാനുണ്ട്. പിന്നെ ഇതും കൂടെ ഫോക്കസ് കൊടുക്കാന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ PG കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഓൺലൈൻ കോച്ചിങ് നോക്കി. ഞാനുള്ള ഓർത്ത് ഓൺലൈൻ കോച്ചിങ് കുഴപ്പമില്ലായിരിക്കും നോർത്ത്. പക്ഷെ ഓൺലൈൻ കോച്ചിങ് പറയുമ്പോൾ ടെസ്റ്റുകളൊന്നും അവർ നടത്തില്ല. അവർ ജസ്റ്റ് ക്ലാസ് മാത്രമേ കാണുള്ളൂ. അപ്പൊ നമ്മുടെ ഒരു ഇതാണ് ഏത് പഠിക്കണം, അവർ ജസ്റ്റ് പറയും, അത് നമ്മൾ പഠിക്കുക, നമ്മുടെ ഒരു ഇതിനനുസരിച്ചിരിക്കും. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ അത് കഴിഞ്ഞിട്ട് ഓഫ്ലൈനിൽ വന്നപ്പോ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ അതിന്റെ അനുസരിച്ച് നമ്മൾ ഒരാളെ പുഷ് ചെയ്യുന്ന പോലെയാണ് അവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മൾ അതിന്റെ ആ ഒരു ഫ്ലോയ്ക്ക് നമ്മൾ പഠിച്ചു പോകും. അപ്പൊ പ്രശ്നവും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഓക്കെ. പിന്നെ നമ്മുടെ പേപ്പർ 2 നേരത്തെ പറഞ്ഞതുപോലെ സിലബസ് ഭയങ്കര വാസ്റ്റ് ആണ്. ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയ ടോപ്പിക് ഏതായിരുന്നു? എനിക്ക് ഇന്ത്യൻ ലിറ്ററേച്ചർ ആണ് ആദ്യം. അതെന്ന് പറയുമ്പോൾ കുറെ റൈറ്റേഴ്സ് ഉണ്ട്. മീൻസ് തുടക്കത്തുള്ള റൈറ്റേഴ്സിന്റെ പേര് പോലും നമുക്ക് അറിയത്തില്ലാത്തായിരിക്കും. അതൊക്കെയാണ് അവർ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ട് ആക്കുമ്പോൾ അവർ ഇങ്ങനത്തെ ഉള്ള റൈറ്റേഴ്സിനെ ചോദിക്കും. അപ്പൊ നമ്മൾ എത്രമാത്രം പഠിച്ചു എന്ന് പറഞ്ഞാലും ഈ പേരുകളൊന്നും മെമ്മറൈസ് ചെയ്യാൻ പറയുന്നത് ഏറ്റവും വലിയ പാടാണ്. അതിലും എളുപ്പമായിട്ട് ഇംഗ്ലീഷ് ആൾക്കാരുടെ പേരുകൾ, പിന്നെ എനിക്ക് അമേരിക്കനും ബ്രിട്ടീഷ് ആൾക്കാരൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അത് ശരിക്കും വലിയൊരു കാര്യം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ടെസ്റ്റിമോണിയിൽ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്വാളിഫൈ ചെയ്തിട്ടുള്ള പലരും പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു ഡിഫിക്കൽറ്റി ലെവൽ എന്ന് പറയുന്നത് ഇന്ത്യൻ ആയിരുന്നു. പക്ഷെ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പുള്ള എക്സാമിൽ ഇന്ത്യൻ അത്ര ഡിഫിക്കൽട്ട് ആയിരുന്നില്ല. കൂടുതലും ബ്രിട്ടീഷും തിയറി ഒക്കെ തന്നെയായിരുന്നു ഡിഫിക്കൽട്ട് ആയിട്ട് പറയുന്നത്. പക്ഷെ ഇപ്പം ഈ പറഞ്ഞതുപോലെ സിനിമ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി, ഡിസബിലിറ്റി സ്റ്റഡീസ്, ക്യൂർ, അങ്ങനെ പലതും വന്നപ്പോഴത്തേക്കും ഡെലിറ്റ് ലിറ്ററേച്ചർ, അങ്ങനെ പല ഏരിയാസും വന്നപ്പോഴത്തേക്കും ഇന്ത്യൻ ഒത്തിരി വാസ്റ്റ് ആയിട്ട് ചോദിക്കാനായിട്ട് തുടങ്ങി. ഇന്ത്യൻ ഇംഗ്ലീഷ് എന്നില്ല, പക്ഷെ ഏത് ജോണറിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം, അങ്ങനെ ഒരു കാര്യം വന്നു. അപ്പം അത് ശരിക്കും എങ്ങനെയാണ് അതൊന്ന് എന്താ പറയാ, ഇപ്പം ലൈക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ എക്സാമിൽ ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ തിയറിയോടൊപ്പം തന്നെയും ഇന്ത്യനിൽ നിന്നുണ്ടായിരുന്നു. സോ അപ്പൊ എങ്ങനെയായിരുന്നു ആ ചലഞ്ചിങ് ടോപ്പിക് ഒന്ന് ഓവർകം ചെയ്തത്? ഞാൻ ആദ്യമേ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച എല്ലാം മൊത്തം കംപ്ലീറ്റ് ആയിട്ട് അരച്ചു കലക്കി പഠിക്കണം എന്നുള്ള രീതിയായിരുന്നു എന്റേത്. പിന്നെ എനിക്ക് മനസ്സിലായത് നടക്കത്തില്ലെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പൊ ഇന്ത്യൻ ലിറ്ററേച്ചർ 90s മുതലുള്ള കഴിഞ്ഞിട്ടുള്ള റൈറ്റേഴ്സിനെ നമ്മൾ നോക്കി, ട്രയോയിലൊക്കെ അവരെ തൊട്ടാണ് പിന്നെ ഞാൻ ഫോക്കസ് കൊടുത്തത്. പിന്നെ PYQ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവരെയാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് അടിച്ച് വരും. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കിയാൽ അത്യാവശ്യം മനസ്സിലാവും. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ഏരിയസ് മാത്രമേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ലക്കും വേണം, എന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ശരി ശരി. ലക്ക് മാത്രമല്ല, നമ്മളത് നന്നായിട്ട് പഠിക്കുക കൂടി വേണം. ഓക്കെ. അപ്പം ഇപ്പൊ പറഞ്ഞില്ലേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അപ്പൊ ബോത്ത് പേപ്പർ 1-നും പേപ്പർ 2-നും. അപ്പൊ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയത് കൊണ്ടുള്ള ഒരു പ്രയോജനം, കാരണം നമ്മളിപ്പം സ്റ്റുഡൻസിന്റെ അടുത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം എന്ന് എത്ര പറഞ്ഞാലും, ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ആപ്പിൾബിയിൽ ലൈക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്ന ബുക്സിൽ പ്രീവിയസ് ഇയർ ഉണ്ട്. കാരണം നമ്മൾ പറയുന്ന തുടങ്ങുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വരുമ്പോൾ തന്നെ പ്രീവിയസ് ഇയർ നോക്കി തുടങ്ങിക്കുക. അപ്പം പക്ഷെ അത് കീപ്പപ്പ് ചെയ്യാനായിട്ട് പൊതുവെ സ്റ്റുഡൻസിന് കുറച്ച് പാടാണ്. അപ്പൊ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയത് കൊണ്ടുള്ള ഒരു പ്രയോജനം എന്തായിരുന്നു? ഞാനും ആദ്യമേ നോക്കിയപ്പോ മിസ് എപ്പോഴും പറയും ക്ലാസ്സിൽ ഇതേപോലെ PYQ നോക്കണം. പക്ഷെ ഞങ്ങൾ ആരും ചെയ്യാറില്ല. ക്വസ്റ്റ്യൻ പേപ്പർ പുത്തം പോലെ അവിടെ ഇരിക്കുകയായിരുന്നു.
പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്രയാണ്. മെയിൻ എല്ലാവർക്കും ആഗ്രഹം കാണും നോക്കണം, പക്ഷെ ടൈം കൺസ്ട്രെയിൻ ആണ് മെയിൻ ഒരു പ്രശ്നം. നമുക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഉള്ള നോട്ട്സ് മാത്രം പഠിച്ചുകൊണ്ട് പോകും, നമ്മളിത് പ്രാക്ടീസ് ചെയ്യത്തില്ല. അതാണ് ഏറ്റവും പറ്റുന്നത്. പിന്നെ എനിക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് ഈ എക്സാം ഞങ്ങളുടെ ക്യാൻസൽ ചെയ്തപ്പോൾ ഒരു 2 മാസം ഫുൾ ഞങ്ങൾക്ക് കിട്ടി. ആ ഒരു ടൈമിൽ ഞാൻ പഠിക്കാത്ത ഏരിയാസും PYQ ആ ടൈമിലാണ് ഞാൻ മുഴുവനായിട്ട് നോക്കി തീർത്തത്. അതുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടെ നല്ല ഈ വട്ടം KRS കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അത് ചോദിക്കാനായിട്ട് വരുമായിരുന്നു. കാരണം ജൂണിലെ എക്സാമിന് ആക്ച്വലി ചാന്ദിനി അന്ന് എന്നെ വിളിക്കുമ്പോഴത്തേക്കും ചാന്ദിനി നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 200 റേഞ്ചിലോട്ടുണ്ട്. നെറ്റ് നമുക്ക് ഉറപ്പാണ്, ഏകദേശം ഉറപ്പാണ് എന്നൊരു സ്കോർ ഉണ്ടായിരുന്നു. സോ അപ്പൊ അന്ന് ആ എക്സാം ക്യാൻസൽ ചെയ്തത് അതൊരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ ചാന്ദിനി അത് പോസിറ്റീവ് ആയിട്ടാണ് എടുത്തത്. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ, അതായത് ലൈക് പിന്നീട് ആ ഓഗസ്റ്റ് വരെയുള്ള ഒരു ടൈമിലാണ് ആ ഒരു നെറ്റിൽ നിന്ന് JRF സ്കോറിലോട്ട് നമ്മൾ മാറിയത്. അപ്പം ആ ടൈമിൽ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്തിലായിരുന്നു? കൃത്യം പറഞ്ഞ 2 മാസം ഞങ്ങൾക്ക് കിട്ടി. എന്നിട്ട് 1 മാസം മുഴുവൻ ഞാൻ പഠിക്കാത്ത ഏരിയാസ് എത്രയാണെന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ ഏരിയാസ് വിട്ടുപോകും. ആ പഠിക്കാൻ പറ്റാത്ത ഏരിയാസ് ഒക്കെ ഞാൻ കവർ ചെയ്തു. അതാണ് ആദ്യത്തെ മാസം ഞാൻ ചെയ്തത്. പിന്നെ രണ്ടാമത്തെ ഒരു 30 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഞാനൊരു ഷെഡ്യൂൾ പ്ലാൻ ഉണ്ടാക്കി. അതായത് ഇത്ര ടൈം മുതൽ രാവിലെ പേപ്പർ 1, രാവിലെ ഉച്ച കഴിഞ്ഞിട്ട് പേപ്പർ 2, അങ്ങനെ ഞാൻ ഓരോ ടോപ്പിക് വൈസ് ഞാൻ ഡിവൈഡ് ചെയ്യുമായിരുന്നു, ഇൻക്ലൂഡിങ് നമ്മുടെ PYQ കൂടെ നോക്കുന്ന രീതിയിൽ. ആ ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ടൈം നമുക്ക് പ്ലാൻ ഉണ്ടാക്കാൻ എനിക്ക് ടൈം കിട്ടിയത് കൊണ്ടാണ് ഈ വട്ടം എനിക്ക് കിട്ടിയത്. അപ്പം അത് പോസിറ്റീവ് ആയിട്ട് തന്നെ എടുത്തു. ഓക്കെ, അത് നല്ലൊരു കാര്യമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഹോസ്റ്റലിലൊക്കെ നിന്നായിരുന്നല്ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ടൈം ഷെഡ്യൂള് എങ്ങനെയായിരുന്നു ടൈം മാനേജ് ചെയ്തോണ്ടിരുന്നത്, അതൊന്ന് പറയാമോ? ഞാനിവിടെ സത്യം പറഞ്ഞ വീട്ടിൽ പോയി വരാൻ പറ്റുമെങ്കിലും ട്രാവലിംഗ് തന്നെ ഒരു 2 hours പോകുമായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കാമെന്ന് വിചാരിച്ചത്. വന്നപ്പോ ഞാൻ പോയി വരുമായിരുന്നു, പിന്നെയാണ് ഞാൻ നിന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇച്ചിരി ദൂരമേ ഉള്ളൂ ഹോസ്റ്റലിലോട്ട്. അപ്പൊ ഞാൻ ചെന്ന ഉടനെ ഒരു 6:30 ഒക്കെ ആകുമ്പോൾ ഞാൻ 6:30 ആകുമ്പോൾ പഠിക്കാനിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു എക്സാം ഒക്കെ ഉണ്ടെങ്കിൽ ലേറ്റ് ആയിട്ട് ഇരിക്കും, ഇല്ലെങ്കിൽ ഒരു 12 വരെ മാക്സിമം. പിന്നെ രാവിലെ ഒരു വീണ്ടും 6:30 ആകുമ്പോൾ രാവിലെ എണീക്കും. ആ രീതിയിലായിരുന്നു എന്റെ ഒരു ഷെഡ്യൂൾ ഇവിടെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ക്ലാസ് ഉള്ള ദിവസം ഏകദേശം ഒരു 10 hours അടുപ്പിച്ചൊക്കെ ക്ലാസ് ഉള്ള ദിവസം. ക്ലാസ് ഉള്ള ദിവസം നമുക്ക് 12 രാവിലത്തെ 6 to 8 ആ ഒരു 8 hours ആ ഒരു റേഞ്ചില്. ക്ലാസ് ഇല്ലാത്ത ദിവസം മാക്സിമം ട്രൈ ചെയ്തായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും അസുഖം അങ്ങനെ ഒന്നും വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 10 to 12 hours മാക്സിമം പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ടൈം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം കൺസിസ്റ്റന്റ് ആയിട്ട്. ഒരു 6 to 12 hours നമുക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു 6 months കൊണ്ട് ഓൾമോസ്റ്റ് കുറെ ടോപ്പിക്സുകൾ നമുക്കൊന്ന് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പേപ്പർ 1 ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ ടോപ്പിക് ഏതായിരുന്നു? പൊതുവെ ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ട് വരുന്നവർക്ക് മാത്സ് ആയിരിക്കും. എനിക്കും TA മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആയിരുന്നു ഏറ്റവും പാട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ക്യാൻസൽ ചെയ്ത എക്സാമിന് എനിക്ക് ഈ 2 ടോപ്പിക് കൊണ്ട് 10 questions വരെ 2 തവണ കറക്റ്റ് ആക്കാൻ പറ്റിയത്. അപ്പൊ തന്നെ എനിക്ക് പേപ്പർ 1 അത്യാവശ്യം നല്ല സ്കോർ കുറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ 2 മാസം കിട്ടിയപ്പോൾ ഞാൻ പിന്നെ മാത്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പൊ എനിക്ക് മനസ്സിലായി മാത്സ് പഠിച്ചില്ലെങ്കിൽ ആ സമയത്ത് ഞാൻ കുറച്ചൊക്കെ ഉഴപ്പമായിരുന്നു മാത്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നല്ലപോലെ മാത്സ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചു. അങ്ങനെയാണ് എനിക്ക് പിന്നെ 10ൽ 8 questions കറക്റ്റ് ആക്കാൻ പറ്റിയത്. അത് 2ൽ നിന്ന് 8 എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു പ്രാക്ടീസിന്റെ തന്നെയാണ്. ഓക്കെ, ഈ പറഞ്ഞതുപോലെ നമ്മള് പേപ്പർ 1 പേപ്പർ 2 ഇതെല്ലാം ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നു. ഇവിടെ നമ്മള് ഒരുപാട് മോഡുകളുണ്ട്. ഇപ്പൊ ക്ലാസ് റൂം സ്റ്റുഡൻസ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി മോഡ്സ് ഉണ്ട്. ക്ലാസ് റൂം ഉണ്ട്, ഈ പറഞ്ഞതുപോലെ എക്സാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ LMSഉം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് ചാന്ദിനിക്ക് ഇവിടെ വന്നപ്പോഴും അല്ലാതെ സെൽഫ് പ്രിപ്പയർ പിന്നീട് ആ ഒരു ഗ്യാപ്പിലും ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മോഡ് ഏതായിരുന്നു? എനിക്ക് ഓഫ്കോഴ്സ് ക്ലാസ് റൂം തന്നെയാണ് തോന്നുന്നു. കാരണം ഓൺലൈൻ നമ്മൾ എത്രയാന്ന് പറഞ്ഞാലും അത് ഓക്കെ, അത് ഒരാൾക്കാരുടെ ഇതനുസരിച്ചിരിക്കും. ഞാൻ ചോദിച്ചു എക്സാംസ്, വീഡിയോസ് അങ്ങനത്തെ അതിലേത് മോഡായിരുന്നു കൂടുതലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു? ലൈക്ക് എക്സാംസ് ആയിരുന്നു. ഓക്കെ, അതിന്റെ ഒരു നമ്മളിപ്പം ഓൺലൈൻ ആണെങ്കിലും നമുക്ക് എക്സാംസ് ഉണ്ട്, ഓഫ്ലൈൻ ആണെങ്കിലും എക്സാംസ് ഉണ്ട്. അപ്പം ഈ ഓൺലൈനിലെ എക്സാംസ് അല്ലെങ്കിൽ ഓഫ്ലൈനിൽ എക്സാംസ് കൊണ്ടുള്ള ഒരു പ്രയോജനം എന്തായിരുന്നു? മെയിൻ ആയിട്ട് റാങ്കിന്റെ ആണ്. അത് വെച്ചിട്ട് നമുക്കൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് കൂടെ ആയിരുന്നു. എങ്ങനെ ടോപ്പ് 3 എങ്ങനെ കയറാം എന്നുള്ളായിരുന്നു. അപ്പൊ അവരുടെ പേര് ഇങ്ങനെ സെപ്പറേറ്റ് മെൻഷൻ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും എന്നുള്ളതുകൊണ്ട് അപ്പൊ നമ്മൾ എങ്ങനെയായാലും റാങ്ക് വെച്ചിട്ട് എയിം ചെയ്ത് അങ്ങനെ പഠിക്കുന്ന കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ എക്സാം വരുമ്പോൾ എന്തായാലും ആരും ഉഴപ്പത്തില്ല. ആ സമയത്ത് നമ്മൾ എന്തായാലും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു പേസിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് അത്ര ഒരു എഫക്റ്റീവ്നെസ് ഫീൽ ചെയ്യത്തില്ല. ഓക്കെ,
പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പം ലൈക് പേപ്പർ 2 കേസ് എടുക്കുവാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി ചാന്ദിനിയിൽ ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചാന്ദിനി ഒരു ഗ്രാജുവൽ ലേണർ ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ആദ്യം വരുന്ന ഒരു സമയത്ത് പല വർക്ക്സുകളും അങ്ങനെ കേട്ടിട്ടില്ല, തിയറി ആണെങ്കിലും പലപ്പോഴും ആദ്യമായിട്ടായിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ട് കുറെ ടൈം എടുത്തു. അതായത് ഇതൊന്ന് ഒരു എന്താ പറയാ ഒരു ഗ്രിപ്പ് ആവാനായിട്ട് ഒരുപാട് ടൈം, അങ്ങനത്തെ അതിനെങ്ങനെയായിരുന്നു ഓവർകം ചെയ്തിരുന്നത്? PG നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി നമ്മൾ നെറ്റിന്റെ രീതിയിലും PG പഠിക്കുന്നത് രണ്ട് ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് വലിയ ഐഡിയാസ് കുറെ വർക്ക്സ് നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അപ്പൊ PG കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നപ്പോഴാണ് കുറച്ചും കൂടെ, പിന്നെ ഓൺലൈൻ കോച്ചിങ്ങിന് പോയിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം എനിക്ക് കുറച്ചൊക്കെ അറിയായിരുന്നു. പക്ഷെ എന്നാലും ഇവിടെ വന്നപ്പോഴാണ് കൃത്യ ആ ഒരു എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, സോ അപ്പം ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഇപ്പം PhDക്ക് പോകണം തന്നെയാണ് ആഗ്രഹം. ഇപ്പൊ കുറെ ഇങ്ങനെ ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നു. എക്സ്പെക്ട് ചെയ്തായിരുന്നോ JRF? ഇല്ല, സത്യം പറഞ്ഞാല് ക്യാൻസൽ ചെയ്ത എക്സാം അത്യാവശ്യം എളുപ്പമായിരുന്നു. പക്ഷെ അപ്പൊ ഞാൻ ഓർത്ത് എന്തായാലും നെറ്റ് കിട്ടുന്ന ഉറപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ എക്സാം വന്നപ്പോ ഭയങ്കര ടഫായിരുന്നു. അന്ന് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ കരഞ്ഞ ദിവസമായിരുന്നു അത്. അന്നത്തെ എങ്ങനെ നെറ്റ് പോലും കിട്ടുമോ? ചാന്ദിനി ഓരോ 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ മെസ്സേജ് അയക്കുമായിരുന്നു, മിസ് കിട്ടുമോ, മിസ് എന്താ റിസൾട്ട് വരാതെ. ശരിക്കും ടെൻഷൻ ആയിരുന്നു. പക്ഷെ നമ്മൾ ഓരോ സ്റ്റുഡന്റിനെ പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം ചിലവർക്ക് ഒരു ചാൻസ് ഉണ്ട്, അവരൊരു പ്രോമിസിങ് ആണ്. പക്ഷെ അങ്ങനെ ചാൻസ് ഉള്ള ഒരു കുട്ടിയായിരുന്നു ചാന്ദിനി. കാരണം ഞാനതിങ്ങനെ ഒരു ഫ്ലൂക്കിൽ അങ്ങനെയല്ല പറയുന്നത്. കാരണം എന്താണ്, ആ ഒരു എഫോർട്ടാണ്. കാരണം വളരെ നമ്മുടെ അടുത്ത് വന്നിട്ട് എനിക്കൊരു പ്ലാൻ തരാവോ, ഇത്ര നേരം ഇങ്ങനെ പഠിക്കണം, അങ്ങനെയൊക്കെ ചാന്ദിനി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒബ്വിയസ്ലി ചാന്ദിനിയുടെ ഹാർഡ് വർക്കും ആ ഒരു ഡെഡിക്കേഷനും തന്നെയാണ് ഇത് ആക്ച്വലി ഈ പറഞ്ഞതുപോലെ നെറ്റും JRF ഒറ്റ എക്സാമിന് ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ ഫ്യൂച്ചർ നെറ്റ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നെറ്റ് ആസ്പിറൻസിന് വേണ്ടിയിട്ട് അവരോട് എന്തെങ്കിലും പറയാനുണ്ട് ആസ് എൻ ഇംഗ്ലീഷ് സ്റ്റുഡന്റ്? കാരണം നമുക്ക് നോർമലി ഒരുപാട് കൺസേൺസ് നമ്മുടെ അടുത്ത് കുട്ടികൾ വരുന്നുണ്ട്. കാരണം PG അവർ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് വന്നു, പക്ഷെ നെറ്റ് വന്നപ്പം കുറച്ചും കൂടി ഒബ്ജക്റ്റീവ് ആണ്, ഫാക്ച്വൽ ആണ്, അതുകൊണ്ട് ആ ഇൻട്രസ്റ്റ് പോയി, അല്ലെങ്കിൽ സിലബസ് വാസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ പോയി. അപ്പം ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നെറ്റും JRF കിട്ടി എന്നുള്ളത് ശരിക്കും നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പം അങ്ങനെ ഒരു രീതിയിൽ നമ്മുടെ സ്റ്റുഡൻസിനോട് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ പറയാനുണ്ടോ? എനിക്ക് എന്റെ എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന എനിക്ക് പറയാനുള്ളത്, PG പഠിക്കുമ്പോൾ തന്നെ നെറ്റിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട്. അത് PG കഴിഞ്ഞിട്ട് പിന്നെ 1 മുതൽ ബിഗിൻ ചെയ്യാന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക് ആണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് PG പഠിക്കുന്നതിന് ഓൺലൈൻ കോച്ചിങ്, ഓഫ്ലൈൻ പറ്റില്ല, അതുകൊണ്ട് ഓൺലൈൻ കോച്ചിങ് പോകുന്നത് നല്ലതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോയാൽ നിങ്ങൾക്ക് ഒരു 6 monthsനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും എന്തായാലും. ഓക്കെ, സോ അപ്പം അത്രയാണ് നമുക്ക് ചാന്ദിനിയുടെ ഈ ഒരു JRF ജേർണിയിൽ നമുക്ക് അറിയാനായിട്ടുള്ളത്. സോ അപ്പം ഇനി എന്താണ് ഫ്യൂച്ചർ തീരുമാനങ്ങളെങ്കിലും ആഗ്രഹിച്ച സ്ഥലത്തൊക്കെ PhDക്ക് കിട്ടട്ടെ. സോ ആപ്പിൾ ബി അക്കാഡമിയുടെ പേരിൽ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സോ താങ്ക് യു എവരിവൺ.